സിറോ മലബാർ സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ചേതൻ, എപ്പോഴാണ് ചടങ്ങുകൾ നടക്കുക? അതിന്റെ വിശദാംശങ്ങൾ കൂടി. കീർത്തി, ഇന്ന് ഉച്ചയ്ക്ക് 2:30 നിയുക്ത സീറോ മലബാർ സഭയുടെ 4ാമത്തെ മേജർ ആർച്ച് ബിഷപ്പായ ഫാദർ റാഫേൽ തട്ടിലിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കും അതുപോലെ സിനഡ് സമ്മേളനത്തിലെ അംഗങ്ങൾക്കും അൽമായ സമർപ്പിത പ്രതിനിധികൾക്കും സുപ്പീരിയർ ജനറൽമാർക്കുമായിരിക്കും ക്ഷണമുണ്ടായിരിക്കുക. ഉച്ചയ്ക്ക് 2:30 ഈ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുക. ഈ 32ാം സിനഡിലെ 1ാം സമ്മേളനത്തിലെ 2ാം ദിവസമാണ് ഇതിൻ്റെ വോട്ടെടുപ്പ് നടന്നത്. നമുക്കറിയാം 5 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. ആദ്യ ഘട്ടത്തിൽ ഏത് ഘട്ടത്തിലാണോ 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നത് ആ വ്യക്തിയായിരിക്കും മേജർ ആർച്ച് ബിഷപ്പ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ആദ്യ വോട്ടെടുപ്പിൽ തന്നെ 2/3 ഭൂരിപക്ഷവും മാർ റാഫേൽ തട്ടിലിന് നേടാൻ സാധിച്ചു. ഇതിനർത്ഥം അദ്ദേഹത്തിൻ്റെ സഭക്കുള്ളിലെ സ്വീകാര്യത തന്നെയാണ്, സഭക്കുള്ളിലെ ജനകീയ മുഖം തന്നെയാണ് റാഫേൽ തട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് ആദ്യ റൗണ്ടിൽ തന്നെ ഇദ്ദേഹത്തിന് 2/3 ഭൂരിപക്ഷവും ലഭിക്കാനായത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ സ്വദേശിയാണ്. അർണാട്ടുകരയിലെ അസിസ്റ്റന്റ് വികാരിയായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വൈദിക ജീവിതം തുടങ്ങിയത്. 1970 ഇദ്ദേഹം തോപ്പിൽ സെമിനാരിയിൽ ചേരുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം കൃത്യമായി പറയുകയാണെങ്കിൽ 1980 വൈദികനായി അർണാട്ടുകരയിലാണ് ഇദ്ദേഹത്തിൻ്റെ സേവനം തുടങ്ങിയത്. തുടർന്ന് ഇദ്ദേഹം വിദേശത്ത് ചെന്ന് ഈ കാനോൺ നിയമത്തിൽ, റോമിൽ ചെന്ന് കാനോൺ നിയമത്തിൽ PhDയും സ്വന്തമാക്കുകയുണ്ടായി. ഇതിന് ശേഷം മടങ്ങിയെത്തിയ ഇദ്ദേഹം തൃശ്ശൂർ അതിരൂപതയിലെ വൈസ് ചാൻസലറായും അതുപോലെ പള്ളി ജഡ്ജിയൊക്കെ ആയി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് അദ്ദേഹം ബിഷപ്പായി അവരോധിക്കപ്പെടുന്നത്. 2010 ബ്രൂണി രൂപതയിൽ ബിഷപ്പായി ഇദ്ദേഹം ആദ്യമായി അവരോധിക്കപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ ശംഷാബാദ് രൂപത, തെലങ്കാന ആസ്ഥാനമാക്കിയ ശംഷാബാദ് രൂപതയിലെ അധ്യക്ഷനാണ്. 2017 മാർപ്പാപ്പ ഈ രൂപത രൂപീകരിക്കാൻ ഉത്തരവ് കൊടുക്കുന്നത്. തുടർന്ന് 2018 ജാനുവരിയിലാണ് ശംഷാബാദിലെ ആദ്യത്തെ മെത്രാനായി ഇദ്ദേഹം അവരോധിക്കപ്പെടുന്നത്. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ അപ്രതീക്ഷിതമായ സ്ഥാനലബ്ധി ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, സീറോ മലബാർ സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, കുർബാന തർക്കങ്ങളുണ്ട്, കുർബാന അടക്കമുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളിലേക്ക് ഒരു പരിഹാരം തീർക്കുക എന്നതാവും ഇദ്ദേഹത്തിൻ്റെ ആദ്യ കർത്തവ്യം. ശരി, ചേതനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.